ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് എങ്ങോട്ടാണെന്നറിയോ? കഴിഞ്ഞ തവണ ചൂട്ടാട് ബീച്ചിൽ വന്നപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് മിസ്സായി പോയ ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക്. വയലപ്ര കായലിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് ഈ ദീപ്ക ഫ്ലോട്ടിംഗ് പാർക്ക്. രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ പാർക്കിന്റെ പ്രവർത്തന സമയം. പിന്നെ കഴിവതും ഈ വീഡിയോ ഫുള്ളായി കണ്ട് എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അപ്പോട്ടും ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ അകത്ത് കയറി. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ മോളൂസും ഉണ്ട് കേട്ടോ. ആള് നമ്മുടെ ചേച്ചിയുടെ മൂത്ത പുത്രിയാണ്. പാർക്കിൽ കയറിയതാ ഈ മരം കൊണ്ടുള്ള പാലത്തിലൂടെയാണ് നടക്കേണ്ടത്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസും എടുക്കാം. അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ക്ലെൻലിനെസ് ആണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇത്. ഇവിടെ നമുക്ക് വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒന്നും അങ്ങനെ കാണാൻ കഴിയില്ല. ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടനൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം വീഴുന്ന ടൈമിൽ ഓടിപ്പോയി ഫോട്ടോ എടുക്കണമെന്ന് മാത്രം. ബ്രിഡ്ജ് കഴിഞ്ഞ് വന്നാൽ നമ്മൾ നേരെ ഗെയിം സോണിലേക്കാണ് കടക്കുക. ഇതാണ് നമ്മുടെ കുട്ടൂസിന്റെ ഏരിയ. ഇവിടെ 30 രൂപയുടെ കോയിൻസ് വാങ്ങി ഗെയിമിംഗ് മെഷീനിൽ ഇൻസേർട്ട് ചെയ്ത് ഗെയിം കളിക്കുന്ന പരിപാടിയാണ്. ആദ്യത്തെ 30 പോയി. അതാ അടുത്തത്. പിന്നെ പിള്ളേര് കളിക്കുമ്പോൾ നമുക്കങ്ങനെ ചുമ്മാ നോക്കിയിട്ടാൻ പറ്റില്ലല്ലോ. ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല, അങ്ങ് കളിക്കണം. പിന്നെ അല്ല, പിന്നെ 100 രൂപയ്ക്ക് 4 കോയിൻ കിട്ടും കേട്ടോ. ഒരു 20 രൂപ ലാഭിക്കാം. ഇതാണ് ഗെയിം സോണിന് പുറത്തുള്ള ഏരിയ. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഗെയിംസും മറ്റു റൈഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. നിപ്പ് കണ്ടാൽ തോന്നും അഭിനയ ബിന്ദ്രയാണെന്ന്. 4 ബുള്ളറ്റ് ഏറി കളഞ്ഞിട്ടുള്ള നിപ്പാണ് ഇത്. പക്ഷെ ഞാനൊന്നും മിസ്സാക്കിയിട്ടില്ല കേട്ടോ. പണ്ട് NCCക്ക് ഷൂട്ടിങ്ങിന്റെ ചെറിയ ട്രെയിനിങ് ഒക്കെ കിട്ടിയോണ്ട് ഇപ്പൊ ബലൂൺ പൊട്ടിച്ച് പിള്ളേരുടെ മുമ്പിൽ ഷോ ഇറക്കാനെങ്കിലും ഉപകാരപ്പെട്ടു. കളിയൊക്കെ കഴിഞ്ഞ് കുട്ടൂസ് നേരെ ഐസ്ക്രീം വാങ്ങാൻ ഓടി. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയില്ല. ഈ സ്റ്റോളിൽ ഐസ്ക്രീമും അവിൽ മിൽക്കും പാനിപ്പൂരിയും ഒക്കെ ഉണ്ട്. ഞാനും മോളൂസ് ഒരു പാനിപ്പൂരി വാങ്ങി. കുട്ടികൾക്കുള്ള പാർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ ബോട്ടിംഗ്, കയാക്കിംഗ്, ഗ്രൂപ്പ് ബോട്ടിംഗ്, പാർട്ടി ബോട്ട്, കിഡ്സ് വാട്ടർ റൈഡ് എന്നിങ്ങനെ സകല പരിപാടികളുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു കടന്നു. സമയം വൈകിട്ട് 6 മണി. മാടായി പാർക്ക് അടുത്തുകൂടെ വരുമ്പോൾ അവിടെ നിന്നൊരു 5 മിനിറ്റ് കാറ്റ് കൊള്ളാതെ വരാൻ പറ്റുമോ? നേരെ വിട്ടു മാടായി പാർക്ക്. അവിടെ കുറെ ചേച്ചിമാർ പായസവും ഉപ്പിലിട്ടതും ഒക്കെ വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ചേച്ചി വിൽക്കുന്ന പായസവും വാങ്ങി കുടിച്ച് 2 റീൽസും എടുത്തിട്ടാണ് ഞങ്ങൾ മാടായിപ്പാറ വിട്ടത്.
wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. എൻ്റെ മാടായി, വീണ്ടും കാണാം. പിന്നെ ഇന്നത്തെ ഫുഡ് ഒടിക്ക് ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് വിട്ടു. പയ്യന്നൂർ സൗദി ഷവായ. ഭയങ്കര ഫീഡ്ബാക്കുള്ള ഐറ്റം ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പെരി പെരി വിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടറായിട്ട്. ഓക്കെ, ഹണി ഗ്ലേസ് ചിക്കൻ്റെയൊക്കെ വകയിലൊരു കഷ്ണമായിട്ട് വരും. മധുരമാണോ ഓനെ മെയിൻ. പിന്നെ മന്തി വന്നു. 2 തരം മന്തി റൈസ്, ഒരു ഫുൾ ഷവായയും ഞങ്ങൾ 4 ആളും കൂടി കഴിച്ചു. പിന്നെ ഗ്രേപ്പ് ലൈമും കുടിച്ചു. ഇവര് 2 ആളും കൈകൊണ്ട് കാലുകൊണ്ടൊക്കെ കാണിക്കുന്നത് അത്രയില്ലെങ്കിലും കൊള്ളാട്ടോ, മോശമില്ല. മന്തി റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അടുത്ത യാത്രയ്ക്ക് ശേഷം നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ വീണ്ടും എത്തും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ.